അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ എടുത്തു. നമ്മൾ മെയിൻലി ഡിസ്കസ്ഡ് എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഓൾ ഓവർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് സെക്കൻഡ് യൂണിറ്റ് ആണ്. നമ്മൾ പറഞ്ഞെന്ത്, നിങ്ങളുടെ ഏറ്റവും നല്ല കട്ടിയുള്ള പുസ്തകമാണ്, അതുപോലെ തന്നെ നല്ല വൈഡായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു പുസ്തകം കൂടെയാണ് സെക്കൻഡ് ഇയറിലെ ഡെവലപ്മെന്റൽ സൈക്കോളജി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത്, ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റർഡേ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കുറച്ച് തിയറീസ്, സൈക്കോ അനലിറ്റിക്കൽ തിയറി, അതുപോലെ തന്നെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ്, അതുപോലെ തന്നെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊഹിൽബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ്, ജീൻ പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനത്തെ കുറച്ച് എന്താണ് 4 സ്റ്റേജസും പിന്നെ കുറച്ച് തിയറീസ് ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെക്സ്റ്റിന്റെ ബുക്കിന്റെ എന്താണ് പേജസ് ഒന്ന് കണ്ടിട്ട്, എനിക്ക് തോന്നുന്നു 432 പേജസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരിക്കലും വെറി ആവേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്, സൈക്കോളജിയിൽ തന്നെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ തന്നെ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചാല്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തത്, അതിൽ നിന്ന് ഒരിക്കലും ഡാറ്റ സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, പറയുന്നത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയാണ്, അഥവാ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ടേംസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫ്രോയിഡിന്റേത് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എറിക്സന്റേത് സൈക്കോ സോഷ്യൽ തിയറിയാണ്, സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹാവിഗസ്റ്റിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക് തിയറി ഉണ്ട്. അത്രമേൽ ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് യൂണിറ്റ് 3യും 4ൽ തന്നെ നമ്മൾ ഏകദേശം ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 4 യൂണിറ്റിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ എന്താണ്, പിന്നെ ഇതിന്റെ ഒരു ആവർത്തനമാണ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവിടെയും എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നല്ല വൈഡ് ആയിട്ടുള്ള റീഡിങ്. പിന്നെ അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ ഒക്കെ എന്താണ് സൈക്കോ ഡൈനാമിക് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുമ്പുള്ള പുസ്തകം നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീം. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഫ്രോയിഡ് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫ്രോയിഡിനെ കുറിച്ചും ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും, ഫ്രോയിഡിന് എന്താണ് സൈക്കോളജിയിലുള്ള ഒരു പൊസിഷനെ കുറിച്ചൊക്കെ. ഇപ്പോഴും ചിലപ്പോൾ എന്താണ് ഗ്രാജുവേറ്റഡ് ആയ സ്റ്റുഡൻസ് പോലും ഫാദർ ഓഫ് സൈക്കോളജിസ്റ്റ് ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫ്രോയിഡിനെ തന്നെ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബട്ട് എന്തല്ല, ഫ്രോയിഡ് അല്ല ഒരിക്കലും ഫാദർ ഓഫ് സൈക്കോളജിസ്റ്റ്. ബട്ട് അത്രമേൽ എന്താണ് ഫാദർ എന്നൊക്കെ പറയാൻ പറ്റുന്നിടത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്, ഫ്രോയിഡ് തന്നിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റും കൂടെയാണ് ഫ്രോയിഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എന്താണ് ഒരു സെക്ഷൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ, ഒരുപാട് സാധനങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്ത ഒരാളും കൂടെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. മാത്രല്ല സിഗ്മണ്ട് ഫ്രോയിഡ് എന്താണ് ഒരുപാട് കോൺട്രാഡിക്ടറി സാധനങ്ങളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രോയിഡിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രോയിഡിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. മാത്രമല്ല അദ്ദേഹം ഒരു ജ്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലൈഫിൽ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ് ആണ്, നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു എന്താ പറയാ ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്കൊക്കെ പോയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യണം. അതുകൊണ്ടാണ് എന്താണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നത്, നമുക്ക് എന്താണ് ഒരു സയന്റിഫിക്കലി അത്രമേൽ എന്താണ് ഒബ്സർവബിൾ അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സയന്റിഫിക് രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് ഫ്രോയിഡിനെ നമ്മൾ മാറ്റി നിർത്താനുള്ള കാരണം. സോ നമുക്ക് എന്താണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്,
ഓക്കെ, സോറി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഐ മീൻ ഏതൊക്കെയാണ് ഫ്രൂയിഡിന്റെ മെയിൻ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആണ്, പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് എന്താ പറയാ മൈൻഡ് ഒക്കെയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്താ നോക്കാം. ഫസ്റ്റ് ആയിട്ടുള്ളത് ഇഡ് ആണ്. ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയാ ഒരു ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിസയറുകളൊക്കെ എന്താണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിയൊക്കെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മിഠായി ഒക്കെ കാണുന്ന സമയത്ത് നിർബന്ധമായിട്ട് അത് വേണം എന്നുള്ളൊരു വാശി പിടിക്കലല്ലോ. അതാണ് എന്താണ് പ്ലഷർ പ്രിൻസിപ്പിൾ അഥവാ ഇഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രോയിഡ് പറയുന്നത് ഒരു 3 സ്റ്റേജ് ഓഫ് സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും അതിങ്ങനെ പ്ലേ ചെയ്യും. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇഡ് ആണ് എന്ത് ഇഡ് അതുപോലെ തന്നെ ഈദ് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഇഡ് ആണ് എന്ത് ഫസ്റ്റ് സാധനം. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇഡ് ആണ്. ആൻഡ് എന്താണ് സെക്കൻഡ് എന്താണ് ഈഗോ ആണ്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ആണ്. കുറച്ചും കൂടെ എന്താണ് റിയാലിറ്റി ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് പാർട്ട് ഓഫ് ദ മൈൻഡ് ദാറ്റ് മീഡിയേറ്റ് ബിറ്റ്വീൻ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. അതെ, നെക്സ്റ്റ് സ്റ്റേജ് ആണ് സൂപ്പർ ഈഗോ. എന്താണ് സൂപ്പർ ഈഗോ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അഥവാ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു റിയാലിറ്റി പ്രിൻസിപ്പിളിൽ നമ്മൾ എന്ത് ചെയ്യുക ബിഹേവ് ചെയ്യുന്നതിനെയാണ്, ഒരു റിയാലിറ്റി ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക ബിഹേവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ടു മേക്ക് പ്രാക്ടിക്കൽ ആൻഡ് സോഷ്യലി ആക്സെപ്റ്റബിൾ ഡിസിഷൻസ്. കുറച്ചും കൂടെ എന്താണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. റിയാലിറ്റി എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഒരു മോറൽ പ്രിൻസിപ്പിൾ ആണ്, മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ദ മോറൽ പാർട്ട് ഓഫ് അവർ മൈൻഡ് ദാറ്റ് റിഫ്ലക്ട്സ് സൊസൈറ്റൽ വാല്യൂസ്, ജഡ്ജിങ് ആക്ഷൻസ് ആസ് റൈറ്റ് ഓർ റോങ് ആൻഡ് പ്രൊഡ്യൂസിങ് ഗിൽറ്റ് ഓർ പ്രൈഡ്. അപ്പൊ എന്താണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെയുള്ള ഒരു മോറൽ ലെവലിൽ എന്ത് ചെയ്യാം ഒരു പക്ഷേ സൂപ്പർ ഈഗോ ആണ് എന്ത് ചെയ്യാം നമ്മുടെ മൈൻഡിൽ വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സോഷ്യൽ ഇവന്റിൽ നമ്മൾ എന്ത് ചെയ്യാറ് ബിഹേവ് ചെയ്യാറ് എന്നാണ് ഓക്കെ പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്താണ് സിമ്പിൾ ആണ്. നിങ്ങൾ ഇങ്ങനെ അതിനെ ഒരിക്കലും മാറിപ്പോവരുത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചും കൂടെ എക്സ്റ്റേണൽ റീഡിങ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം എടുക്കാം. സോ നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നതാണ് നമ്മുടെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിരുന്നു എന്താണ് നമ്മളൊരു 8 എന്താണ് ഏജ് പീരീഡുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് പീരീഡുകളും അതിന്റെ സ്പെഷ്യൽ നെയിമും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എന്താ പറയാ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻഫാൻസി 0 to 2, പിന്നെ അതുപോലെ തന്നെ ടോട്ടലി ഹുഡ്, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ ഓരോ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് പീരീഡിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഡെവലപ്മെന്റ് ഉണ്ടാകുക എന്നായിരിക്കും നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഒരു ഓൾ ഓവർ ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രൂയിഡിൻ്റെത് ഒരു 5 സ്റ്റേജ് മാത്രമാണ് ഫ്രൂയിഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയൊരു ക്രിറ്റിസിസം ആണ് ഫ്രൂയിഡിന്റെ. അതുകൊണ്ട് തന്നെ എറിക്സൺ എന്ത് ചെയ്തിട്ടുണ്ട് എറിക്സൺ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രൂയിഡിന്റെ രണ്ടാമത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ്. അപ്പൊ ഒരു കുറച്ചും കൂടെ നല്ലൊരു സെക്ഷൽ റിലേറ്റ് ചെയ്തിട്ടാണ് ഫ്രൂയിഡ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് എന്താണ് ഇൻഫാൻസി ആണ്. ഇൻഫാൻസി എന്ന് പറയുന്ന സമയത്ത് 0 to 2 ഏജ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓറൽ ആണ്. ഓറൽ സ്റ്റേജ് എന്നാണ് ആ സ്റ്റേജ് അറിയപ്പെടുന്നത്. അഥവാ ഇൻഫാൻസി പീരീഡിൽ അറിയപ്പെടുന്ന സ്റ്റേജിന്റെ പേര് ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജിൽ വരുന്ന ഒരു മെയിൻ സോൺ എന്ന് പറയുന്നത് മൗത്ത് ആണ്. നമുക്കറിയാം ഓറൽ എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികളുടെ മെയിൻ ആയിട്ട് കണ്ട് വരിക സക്കിങ്, അതുപോലെ തന്നെ ഷൂയിങ്, അതുപോലെ തന്നെ ബൈറ്റിങ്. അപ്പൊ മൗത്ത് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഫിംഗർ ഒക്കെ എന്ത് ചെയ്യാം മൗത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫുൾ ടൈം എന്നൊരു സ്വഭാവമായിരിക്കുമല്ലോ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇൻഫാൻസി പീരീഡിലുള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഓരോ സ്റ്റേജും നമ്മൾ പഠിക്കുന്നത് ആ സ്റ്റേജിൽ എന്താണ് ഫിക്സേഷൻ സംഭവിക്കുക എന്ന് പറയും. അഥവാ ആ സ്റ്റേജിൽ കിട്ടേണ്ട സാധനം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അത് എന്താണ് ഓവർ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും ഫിക്സേഷൻ സംഭവിക്കും. അതാണ് പിന്നീടുള്ള ഒരുപാട് ബിഹേവിയർ. ഫ്രോയിഡ് അത് പറയാനുള്ള കാരണം നമുക്ക് എന്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് പീരീഡിൽ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ ഒരാൾ എന്ത് ചെയ്തു അത് കൂടി, അഥവാ ആ ഒരു സോൺ എന്ത് ചെയ്തു അഥവാ മൗത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ
അങ്ങനത്തെ ആളുകളാണ് സ്മോക്കിംഗ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഓവർ ഈറ്റിംഗ്, നെയിൽ ബൈറ്റിംഗ്, ഡിപ്പെൻഡൻസി ഒക്കെ ഉണ്ടാവുക എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഏജ് പീരീഡ് വരുന്നത്, സ്റ്റേജിൽ ഒരു സോൺ വരുന്നത് ആനുസ് ആണ്. ഈ ആനുസ് സോണിൽ മെയിൻ ആയിട്ടുള്ളത് ടോയ്ലറ്റ് ട്രെയിനിങ് ആക്ടിവിറ്റി ഒക്കെ നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു ടൈമാണ് ഈ ആനുവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ എലിമിനേഷനൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടെ ചെയ്യും, ഒരു ഒബ്സസീവ് ആയിട്ട് അഥവാ നന്നായിട്ട് എന്ത് ചെയ്തു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് എത്തും. അല്ല നമ്മൾ എന്ത് ചെയ്തു തീരെ കുട്ടിയെ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ സംഭവിക്കാൻ പോകുന്നത് മെസ്സിനെസ് അഥവാ കുട്ടി എന്ത് ചെയ്യും, തീരെ വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാകും എന്നാണ് പറയുന്നത്. സോ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫാലിക് സ്റ്റേജ് ആണ്. അവിടുത്തെ ഒരു ഈ പീരിയഡ് വരുന്നത് ചൈൽഡ്ഹുഡിലാണ്. ഇതിന്റെ ഇയറും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക, ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി മറന്നതാണ്. 0 to 2, പിന്നെ അതുപോലെ തന്നെ 2 to 6, 6 to എന്നൊക്കെ പറയുന്ന അതും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ വരുന്ന ഒരു സോണ് ജെനിറ്റൽ സോൺ. ഇവിടെയാണ് ഫ്ലൂയിഡ് മെയിൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികളിൽ എന്താണ് മെയിൻ ആയിട്ട് സെക്ഷൽ ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള അഥവാ സൈക്കോ സെക്ഷൽ അഥവാ മൈൻഡ് ആൻഡ് സെക്സ്. ഓക്കെ, സൈക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മൈൻഡാണ് അവിടെ വരേണ്ടത്. അഥവാ മെന്റലി അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ആയിട്ട് കുറച്ചും കൂടെ സെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു പീരീഡ് കൂടെയാണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് അതുപോലെ തന്നെ ഇലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളെ ഫ്ലൂയിഡ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു ബോയ്ക്ക് എന്താണ് തന്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരന്റ് ആയിട്ടുള്ള മദറിനോട് എന്ത് ചെയ്യാം, സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗേളിന് എന്ത് ചെയ്യാം, തന്റെ ഫാദറിനോട് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഫ്രൂയിഡ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് കുറച്ചും കൂടെ നല്ലൊരു കോൺട്രാഡിക്ടറി സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ഇതിലേക്ക് ഒരുപാട് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ വരാനുള്ള കാരണം ഒരു കഥ ഒക്കെ പറയുന്നുണ്ട്. ഒരു കുട്ടി അദ്ദേഹത്തിന്റെ എന്താണ് മാതാവിനെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുകയും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഫാദറിനെ കില്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു, എന്നിട്ട് അദ്ദേഹത്തിന്റെ മദറിനെ മാരേജ് ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു കഥ ഉണ്ട്. അപ്പൊ ഒരു മിത്തായിട്ടാണ് ഇതിനെ കണക്ക് കൂട്ടാറുള്ളത്. അപ്പോ അയാളുടെ പേരാണ് യഥാർത്ഥത്തിൽ ഈഡിപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. അപ്പൊ ഈ ഒരു സമയത്താണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് റെക്ലെസ്നെസ്, ഗിൽറ്റ് ഒക്കെ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്, ലാറ്റൻസി സ്റ്റേജ് ആണ്. ലാറ്റൻസി സ്റ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ് സെക്ഷൽ സാധനങ്ങളൊന്നും അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മളെന്താണ് സ്കൂളിലൊക്കെ ഒരു ടൈം ഉണ്ടല്ലോ, അഥവാ ബോയ്സ് തന്നെ, പിന്നെ ഗേൾസ് വേറെ തന്നെ, കുറച്ച് എന്താണ് ഒരു ശത്രുക്കളൊക്കെ ഒരു എനിമിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ്. അത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, നമ്മുടെ സോഷ്യൽ ലേണിംഗ്, നമ്മൾ എന്താണ് ഏത് ടീം, നമ്മുടെ ഒരു സോഷ്യൽ ഐഡന്റിറ്റി ഒക്കെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ എന്താണ് ലാറ്റൻസി അത്ര ഇമ്പോർട്ടന്റ്, ഐ മീൻ എന്താണ് അത്ര എന്താ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സോഷ്യലി കുറച്ചും കൂടെ എന്താണ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റുകളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസൻസ് ഏജ് പീരീഡിൽ വരുന്ന ജെനിറ്റൽ സ്റ്റേജ് ആണ്. ജെനിറ്റൽ സ്റ്റേജിൽ വരുന്ന സോൺ എന്ന് പറയുന്നത് ജെനിറ്റൽ സോൺ ആണ്. ഓക്കെ, ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്താണ് ഒരാൾ എന്ത് ചെയ്ത് കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഒക്കെ വേണം, അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടെ ഔട്ട്സൈഡ് എന്താണ് ഫാമിലിക്ക് ഔട്ട്സൈഡ് എന്നൊക്കെ എന്താണ് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുന്ന ഒരു പീരീഡ് ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ അഡോളസൻസ് അല്ലെങ്കിൽ ജെനിറ്റൽ സ്റ്റേജിൽ വരുന്നത്. അപ്പൊ ഈ സ്റ്റേജ് നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. ഓറൽ സ്റ്റേജ്, അതുപോലെ തന്നെ ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്, അതുപോലെ തന്നെ ലാറ്റൻസി സ്റ്റേജ്. അപ്പോ എന്താ ഈ ഒരു സമയത്താണ് അഥവാ ഈ ഒരു ജെനിറ്റൽ സ്റ്റേജിലാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, ഒരു വെൽ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാളുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ ഇതാണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കോൺസെപ്റ്റുവൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കുറച്ചും കൂടെ എന്താണ് ഒരു ക്ലിയറൻസിന് വേണ്ടി കുറച്ചും കൂടെ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. അപ്പോ നമുക്ക് എന്താണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഇത്രയാണ്. എന്ത് ചെയ്യാം, നന്നായിട്ട് ഇതെന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെന്താണ് കുറച്ചും കൂടെ ഫർദർ ആയിട്ടുള്ള എക്സാമുകൾ, സൈക്കോളജിയിലുള്ള എക്സാമുകളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള സ്റ്റേജസ് കൂടെയാണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ്. സോ ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ്. എന്താണ് 3 ടൈപ്പ് ഓഫ് മൈൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്
ഫ്രൂയിഡ് പറയുന്നുണ്ട്. ഫ്രൂയിഡിന്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിനെ ഫ്രൂയിഡ് പ്രൊപ്പോസ് ചെയ്തു എന്നുള്ളതാണ്. സോ കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ്. നമുക്ക് എന്താ നോക്കാം. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കാണ്, അഥവാ നിങ്ങൾ അവെയർ ആയിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു തോട്ട് അല്ലെങ്കിൽ പെർസെപ്ഷനെയാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ അതിന് കോൺഷ്യസ് അല്ലായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ഒരു റൂമിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാണ്, അപ്പൊ അവിടെ ലൈറ്റ് ഓൺ ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല, അത് കോൺഷ്യസ് ആയില്ല, നിങ്ങളത് ഓഫ് ചെയ്തില്ല, അവിടെ ആരുമില്ല. അപ്പൊ അതെന്താണ്, നമ്മൾ കോൺഷ്യസ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു സാധനമാണ് എന്ത് കോൺഷ്യസ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ എന്താണ് അവെയർ ആയിരിക്കുന്ന നമ്മുടെ ഒരു മൈൻഡിനെയാണ്, ലെവൽ ഓഫ് മൈൻഡിനെയാണ് നമ്മൾ കോൺഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രീ കോൺഷ്യസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മളെ ഉള്ളിലുണ്ട്, അഥവാ നമ്മൾ എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു നൈബറിന്റെ പേര് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് അതിങ്ങനെ ഓർത്തിരിക്കില്ലല്ലോ, നിങ്ങളത് ഫുൾ ടൈം അത് ഓർത്തിരിക്കല്ലോ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ റിട്രീവ് ചെയ്യാണല്ലോ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ അഥവാ നിങ്ങൾ എന്താണ് കുറച്ചൊരു എഫേർട്ട് എടുക്കൊണ്ട് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന മെമ്മറീസ്, നോളജിനെയാണ് നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് സാധനമാണ് അൺകോൺഷ്യസ് മൈൻഡ്. അഥവാ അതെന്താണ് നമ്മുടെ ട്രോമ, ഫിയർ എന്നൊക്കെ പറയുന്നത്. അഥവാ ഒരാൾ ചൈൽഡ്ഹുഡിൽ എന്താണ് ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗ്ലക്ഷൻസ് ഒക്കെ ഉണ്ടായി, പാരന്റൽ നെഗ്ലക്ഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ മൈൻഡിന്റെ ഉള്ളിൽ അതെന്ത് ചെയ്യും, അതുണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യും, അതാണ് പിന്നീട് അയാള് എന്താണ് അയാളുടെ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഫ്രൂയിഡ് പറയുന്നത്. സോ ഇതാണ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നതാണ് 3 ലെവൽ ഓഫ് മൈൻഡ്. പിന്നെ എന്താണ് സബ് കോൺഷ്യസിനെ നമ്മൾ എന്താറുണ്ട് പറയാറുണ്ട്, യുജിയിൽ എന്താണ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതും മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് കൂടെ എന്ത് ചെയ്യാം, നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെത്. എന്നാലും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്താണ് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ 8 ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ചില റെഫറൻസിൽ എന്താണ് നമ്മൾ 8, 9 അല്ലെങ്കിൽ 7 ആ ഒരു ടൈപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട്. സോ ഡിഫൻസ് മെക്കാനിസം എന്താ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റിനെ നമ്മൾ എന്താണ് ആ ഒരു ആൻസൈറ്റി ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ, അഥവാ ചില എന്താണ് ബിഹേവിയറോ അല്ലെങ്കിൽ ചില കോഗ്നിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫോർ എൻ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു എക്സാമിൽ എന്താണ് ഫെയിൽ ആയി കൂട്ടുക, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് ആൾക്കാർ ഫെയിൽ ആയിക്കണല്ലോ എന്നുള്ള ആ ഒരു സാധനം നിങ്ങൾ കൊണ്ടുവരും. അപ്പൊ എന്താണ് നിങ്ങളുടെ ആ ഒരു ആൻസൈറ്റി കുറയും. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ബാക്കിയുള്ളവർ ഫെയിൽ ആയതുകൊണ്ട് നിങ്ങൾ ഫെയിൽ ആകുന്നത് പ്രശ്നമല്ല എന്നല്ലല്ലോ, പക്ഷെ നമ്മൾ എന്താണ് നമ്മുടെ ഒരു ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ കൊണ്ടുവരുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ്ഡ് ബൈ ദ ഈഗോ ടു ഡീൽ വിത്ത് ആൻസൈറ്റി ഫ്രം ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. അഥവാ ഇഡും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ ബാലൻസ് ചെയ്യുന്ന ഈഗോയുടെ പരിപാടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് അടുത്തത് റിപ്രഷൻ ആണ്. റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷിംഗ് ഡിസ്ട്രസിങ് തോട്ട് ഇൻ ടു അൺകോൺഷ്യസ്. അഥവാ നമുക്ക് എന്താണ് ആവശ്യമില്ലാത്ത, നമുക്ക് എന്താണ് ഓർക്കാൻ താല്പര്യമില്ലാത്ത സാധനത്തെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡെനിയൽ എന്ന് പറയുന്നത്, ഡെനിയൽ എന്ന് പറയുമ്പോൾ റെഫ്യൂസിങ് ടു ആക്സെപ്റ്റ് റിയാലിറ്റി. അഥവാ റിയാലിറ്റിയെ നമ്മൾ എന്താണ് അംഗീകരിക്കാനുള്ള നമ്മുടെ ഒരു പ്രയാസം, നമ്മൾ അംഗീകരിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് അറിയാം സ്മോക്ക് ചെയ്യുന്നത് എന്താണ് ഇഞ്ചുറി ചെയ്യുന്ന അറിയാം, പക്ഷെ അയാൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പറയാ സ്മോക്ക് ചെയ്യുന്നില്ല ഒരു പ്രശ്നമില്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അയാൾ തന്നെ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനാണ് ഡിനയൽ. ഡിനയൽ എന്നുള്ള ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുക നിരാകരിക്കുക എന്നൊക്കെ പറയുമല്ലോ. ഓക്കെ, അപ്പൊ അതാണ് ഡിനയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആട്രിബ്യൂട്ടിങ് യുവർ ഓൺ ഫീലിംഗ് ടു അതേഴ്സ്. അഥവാ നമ്മളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫീലിംഗ് നമ്മൾ വേറെയുള്ള ഒരാളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. അതായത് ഒരു ഒതറിലേക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം പ്രൊജക്ട് ചെയ്യാം. നമ്മളായിരിക്കും അതിന്റെ യഥാർത്ഥ കാരണം, പക്ഷെ മറ്റാളാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു സമാധാനം ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എന്താണ് പറഞ്ഞത് കൊണ്ടാട്ടോ ഇങ്ങനെ സ്പീഡിൽ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ മറ്റു വീഡിയോയും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക ഒന്നുകൂടെ വായിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ റീഡയറക്റ്റിംഗ് ഫീലിംഗ്സ് ടു എ സേഫർ ടാർഗറ്റ് എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾ എന്താണ് ഇപ്പൊ നമ്മളൊരു പണ്ടൊരു കോട്ടൊക്കെ പറയാറുണ്ടായിരുന്നു, എന്താണ് അങ്ങാടിയിൽ പ്രശ്നം ഉണ്ടാക്കിയതിന് എന്താണ് അമ്മയുടെ അടുത്ത് എന്ന് പറയുന്ന ആ ഒരു സാധനമാണ്. അഥവാ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുക, അഥവാ മെയിൻ ആയിട്ടുള്ള ഇതിലൊരു പോയിന്റ് സേഫർ ആയിട്ടുള്ള ഒരു ടാർഗറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക
ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നിങ്ങളിപ്പോൾ ഒരാളായിട്ട് എന്താണ് നിങ്ങളുടെ ബോസിനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരായിട്ടെങ്കിലും അത് തീർക്കുക. അല്ലെങ്കിൽ ആ ഒരു കലി നമ്മൾ എന്ത് ചെയ്യുക, തീർക്കുക. നമ്മൾ പറയാറില്ല കലിപ്പ് എൻ്റെ അടുത്ത് തീർക്കണ്ട എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഒരു സാധനമാണ്. അഥവാ ഒരു സേഫ് ആയിട്ടുള്ള, അഥവാ നമുക്ക് എന്താണ് ആ ബോസിനോട് പറയാൻ പേടിയാണ്. അപ്പൊ എന്താണ് നമ്മളെന്താണ് പേടിയില്ലാത്ത ഒരാളോട് നമ്മളത് തീർക്കുക. ഇതെന്താണ് മെയിൻലി നമ്മുടെ ഇപ്പൊ ടീച്ചേഴ്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ നടക്കുന്ന, ഇപ്പൊ പോലീസ്, അങ്ങനെ ഒരുപാട് പ്രൊഫഷനിലൊക്കെ നടക്കുന്ന ഒരു മെയിൻ സാധനമാണ്. അവരെന്താണ് അവരുടെ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടി വേറെയുള്ള ആളുകളുടെ അടുത്ത് എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യും. ഒരു കുറച്ചും കൂടി ഒരു റാഡിക്കൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സ്വഭാവം. അപ്പൊ അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ഇപ്പൊ ഒരാൾ എന്താണ് ബ്രേക്കപ്പ് ആയതിനു ശേഷം ജിമ്മിൽ പോവുക. അപ്പൊ അതൊക്കെ എന്താണ് അങ്ങനെ പറയാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടിങ് ഇമ്പൾസസ് ഇൻടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻസ്. അതിന്റെ മെയിൻ സാധനം അതാണ്. ഓക്കെ. അപ്പൊ ഈ സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ എന്താണ് ഭയങ്കരമായിട്ട് എന്താണ് ആംഗ്രി, അഥവാ ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാൾ. അപ്പൊ അയാൾക്ക് എന്താണ്, അയാൾക്ക് അറിയാം അയാളുടെ ദേഷ്യം അയാൾ എന്താണ് ഏതൊരു കൈൻഡ് ഓഫ് വാല്യൂ അയാളത് പ്രകടിപ്പിക്കുന്നത് എന്താണ് തെറ്റാണെന്ന് അയാൾക്കറിയാം. അപ്പൊ അയാൾ തീരുമാനിക്കാണ് ഞാൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇപ്പോ എന്ത് ചെയ്യാ, ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റുന്ന സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വേയിലൂടെ ഞാൻ സഞ്ചരിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ എന്ത് ചെയ്യാം, ഒരു സ്പോർട്സിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ബോക്സിങ്ങിനോ അല്ലെങ്കിൽ എന്താണ് മിലിറ്ററിയിലൊക്കെ ചേരാം. അപ്പൊ എന്താണ് അയാൾക്ക് എന്താണ് അതെന്ത് ചെയ്യാം, നേരെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വേല അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ആ ഒരു നെഗറ്റീവ് സാധനത്തെ അയാൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്താണ്, റിഗ്രഷൻ ആണ്. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേർട്ടിങ് ടു ചൈൽഡ് ലൈക്ക് ബിഹേവിയർ ഡ്യൂറിങ് സ്ട്രെസ്. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചൈൽഡ് ബിഹേവിയർ, ചൈൽഡിന്റെ കുട്ടികളെ പോലെ എന്ത് ചെയ്യുക നമ്മൾ ബിഹേവ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെന്താണ് നമ്മുടെ വീട്ടിലൊരു വലിയൊരാളാണ്, ഐ മീൻ ഒരു 15 വയസ്സൊക്കെ ഒരു കുട്ടിയെ നമ്മളെന്താണ് എന്തെങ്കിലും ഒരു കേസിൽ നമ്മൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഫിംഗർ കൊണ്ട് കളിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കടിക്കുക, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ചിലപ്പോൾ ചെയ്യാറുണ്ട്. അതായത് കുട്ടികൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ കരയുക. അപ്പൊ ഇത് എന്താണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ, അഥവാ എന്താണ് കുട്ടിത്തം എന്താണ് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരിക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ലാസ്റ്റ് സാധനം റാഷണലൈസേഷൻ ആണ്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിഫൈ ബിഹേവിയർ വിത്ത് ഫാൾസ് ബട്ട് അക്സെപ്റ്റബിൾ റീസൺസ്. അഥവാ നമ്മൾ എന്ത് ചെയ്യാം, ഈ റാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ലോജിക്ക്, നമ്മുടെ ഒരു ലോജിക്ക് കൊണ്ടുവരാം. ഇപ്പോൾ എന്താണ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് സിഗരറ്റ് വലിക്കുന്ന 90% ആളുകൾക്കും എന്താണ് ക്യാൻസർ വരുന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് ഒരാൾ പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു 10% ആളുകൾക്ക് വരുന്നില്ലല്ലോ, ഞാൻ എന്താ പിന്നെ അതിലായിരിക്കുമല്ലോ ഞാൻ പെടുന്നത് എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ, കുറച്ചും കൂടെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്താണ് നമ്മുടെ ഒരു യുക്തി, ഒരു ലോജിക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് റാഷണൽ. ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഇതെല്ലാ സാധനം എന്ത് ചെയ്യും, ആ ഒരു വേർഡിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേർഡ് കേൾക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും, വളരെ സിമ്പിൾ ആയിരിക്കും. സോ അതാണ് ഡിഫൻസ് മെക്കാനിസം. ഈ നെക്സ്റ്റ് ഉള്ളത് ഞാൻ കുറച്ച് അഡീഷണൽ നോളജിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഡ്രീമിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡ്രീം അനാലിസിസ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ സാധനമാണ്. സ്വപ്ന വ്യാഖ്യാനം. ആൻഡ് അദ്ദേഹം പറഞ്ഞൊരു സാധനമുണ്ട്, ഡ്രീം ആർ ദ റോയൽ റോഡ് ടു ദി അൺകോൺഷ്യസ്. നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കെടുക്കാൻ നേരത്തൊക്കെ നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും നിങ്ങൾ സ്വപ്നത്തിലേക്ക് ഒരു പക്ഷെ കാണാനുള്ള സാധ്യത. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത്, ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു റോയൽ റോഡാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ദ ഇഡ് ആൻഡ് ഈഗോ, അതുപോലെ തന്നെ ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ, 3 essay ഓൺ തിയറി ഓഫ് സെക്ഷുവാലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാന്നൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ആൻഡ് ഇദ്ദേഹത്തിന്റെ കുറച്ചും കൂടെ സാധനങ്ങളുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്താണ് അതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറോസ്, അതുപോലെ തന്നെ തനാറ്റോസ് എന്നൊക്കെ പറയുന്നത്, അഥവാ ലൈഫ് അല്ലെങ്കിൽ എന്താണ് ഡെത്ത് ഡ്രൈവ്, അഥവാ എന്താണ് മരിക്കണം അല്ലെങ്കിൽ എന്താണ് ജീവിക്കണം എന്നുള്ള ആ ഒരു ഡ്രൈവ് നമ്മളുടെ ഉള്ളിലുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു മെയിൻ സാധനമാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താണ് ഒരു മിസ്റ്റേക്ക് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ലീവ് എടുത്തു ക്ലാസ്സിൽ, അങ്ങനെ നിങ്ങൾ പിന്നീട് പിറ്റത്തെ ദിവസം നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വെൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്താണ് പറയേണ്ടത് എന്നുള്ളത്. അഥവാ റിയാലിറ്റിയെ നിങ്ങൾ മറിച്ചിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം പറയാൻ വേണ്ടി നിങ്ങൾ വെൽ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിലേക്ക് പോവാണ്. ബട്ട് നിങ്ങൾ എന്താണ്, ടീച്ചർ നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നിങ്ങളോട് എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചില്ല. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളോട് ചോദിക്കണം എന്തുകൊണ്ട് നീ ഇന്നലെ വന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അൺകോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു റിയാലിറ്റി, ഒരു എന്താണ് അവിടുത്തെ ഒരു ഫാക്ട് എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ പറഞ്ഞു പോകും. അതാണ് ഫ്രൂയിഡിയൻ സ്ലിപ്പ്. അഥവാ അൺകോൺഷ്യസ് ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യും, മിസ്റ്റേക്കൻലി നമ്മൾ എന്ത് ചെയ്യാം,
അറിയാതെ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ഇത് നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ അൺകോൺഷ്യസ് ഉണ്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പിന്നീടുള്ള സൈക്കോളജിസ്റ്റുമാരൊക്കെ എന്ത് ചെയ്യാൻ പറയാനുള്ള സാധ്യത. ഒരുപാട് ആർട്ടിക്കിൾസ് ആൻഡ് എസ്സേസ് റിസർച്ച് ഒക്കെ നടക്കുന്ന ഒരു സാധനമാണ് അൺകോൺഷ്യസ്. അപ്പൊ അൺകോൺഷ്യസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പൊ നമ്മൾ പറയുന്ന ഈ ഹിപ്നോട്ടിസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് അൺകോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്താണ് നമ്മൾ എന്താ പറയാ ഉപഭോഗ മനസ്സെന്നാ തോന്നുന്നു, ഉപബോധ മനസ്സ്. ഓക്കെ, അപ്പൊ ഉപബോധ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ് അതിനുണ്ട് ഉള്ളിൽ കിടക്കുന്ന എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ആവശ്യമില്ലാത്ത തിങ്കിങ്ങിനൊക്കെ നമ്മൾ എന്താണ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫ്രൂയിഡ് മെയിൻലി എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഹിപ്നോട്ടിസം അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഫ്രൂയിഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് എന്താന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കത്താക്സിസ് ആൻഡ് ആന്റി കത്താക്സിസ്. കത്താക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, മെന്റൽ എനർജി ഇൻവെസ്റ്റ്മെന്റ്. അഥവാ നമ്മളിപ്പോ എന്താണ് ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, അഥവാ നമ്മുടെ ഒരു സൈക്കിക് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു മെന്റൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും എന്റെ എന്താണ് മെന്റൽ എനർജി അവിടെ ഇൻവെസ്റ്റ് ആവരുതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ആന്റി കത്താക്സിസ് ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഫ്രൂയിഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കറ്റാക്സിസ് പോലെ തന്നെ കത്താർസിസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫ്രൂയിഡ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിബിഡോ. ലിബിഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണ് എപ്പോഴും ഒരു സെക്ഷൽ ഡ്രൈവ് ഉണ്ട്, എന്താണ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഡ്രൈവ് ഉണ്ട് എന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. അപ്പൊ ആ ഒരു സെക്ഷൽ ഡ്രൈവ് ആണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നൊക്കെയാണ് ഫ്രൂയിഡ്. അപ്പൊ ഫ്രൂയിഡിന്റെ എല്ലാ സാധനങ്ങളും എന്താണ് കുറച്ചൊരു സെക്ഷൽ റിലേറ്റഡ് സാധനങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള സാധനമാണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നമ്മുടെ എന്താണ് ഒരു ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കൂടെ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നെക്സ്റ്റ് സാധനം എന്താണ് നമ്മുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അഥവാ നമ്മൾ സോഷ്യലി എങ്ങനെ ഓരോ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റേജ് നമുക്കറിയാം 0 to 1.5 ഇയർ ആണ്. അതെന്താണ് നമ്മൾ ഓരോ റെഫറൻസിനും പലതും നമുക്ക് കാണാം. 0 to 2 എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. നോ മാറ്റർ, നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിച്ചു വെക്കുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ എന്താണ് നിങ്ങൾ ആ ഒരു മറ്റേ ടേബിൾ ഉണ്ട്, അഥവാ ഇൻഫാൻസി, ടോഡലർഹുഡ്, അഡോളസൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം കൂടി ആ ഓരോ ഏജിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു നെയിമും കൂടെ എന്ത് ചെയ്യുക ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു ഫസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഒരാൾക്ക് എന്താണ് ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പുതിയ പുതിയ ആളുകളെ കാണുന്നു അല്ലെങ്കിൽ കെയർ ഗീവറെ മാത്രം കാണുന്നു. ഈ ഒരു സമയത്തൊക്കെ എന്താണ് ഒന്നൊക്കെ ട്രസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ട്രസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യും ആളുകളോട്, ഇത് സോഷ്യലി റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം കേട്ടോ. സോഷ്യലി ട്രസ്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത് കുട്ടിക്ക് പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത് ഹോപ്പാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണാതെ പഠിക്കണം എന്നല്ല, ബട്ട് നിങ്ങൾ ആ സ്റ്റേജസ് കാണാതെ പഠിക്കണം. ഓരോ സ്റ്റേജസിൽ വരുന്ന സൈക്കോളജിക്കൽ ക്രൈസിസ് എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് കാണാതെ പഠിക്കണം. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, അത് അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം മസ്റ്റ് ആണ്. നെഗറ്റീവ് ഔട്ട്കം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾ എന്താണ് മസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു 3 സാധനങ്ങൾ നിങ്ങൾ പഠിക്കണം. ഏജ് റേഞ്ച് പഠിക്കണം, സൈക്കോ സോഷ്യൽ ക്രൈസിസ് പഠിക്കണം, പോസിറ്റീവ് ഔട്ട്കം നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ ഈ ഏജ് റേഞ്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത് ഇൻഫാൻസി ആണോ ടോട്ടലർഹുഡ് ആണോ അതും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ നെഗറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത് ഫിയർ ആൻഡ് സസ്പീഷ്യസ് ആണ്. നമുക്കറിയാം എന്താണ് ഒരു കുട്ടിക്ക് ട്രസ്റ്റ് തോന്നുന്ന സമയത്ത് ഹോപ്പായിരിക്കും, പ്രതീക്ഷയായിരിക്കും ഉണ്ടാവുക. ഒരാളോട് മിസ്ട്രസ്റ്റ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഫിയർ ആയിരിക്കും ഉണ്ടാവുക. സോ അത്രേ ഉള്ളൂ. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് കെയർ ഗീവറെയും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ കുട്ടികൾ എന്താണ് ട്രസ്റ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഒരു ഉള്ളൊരു സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് എന്താണ് 1.5 ഇയർ ടു 3 ഇയർ ആണ്. ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഓട്ടോണമി വേഴ്സസ് ഷെയിം ആണ്, ഷെയിം ഓർ ഡൗട്ട്. ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന പോസിറ്റീവ് ഔട്ട്കം വിൽ ആണ്. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ഔട്ട്കം ഷെയിം ആൻഡ് ഡൗട്ട് ആണ്. അഥവാ എന്താണ് ഈ ഒരു സമയം നമ്മൾ ഫ്രൂയിഡിൽ എന്താ പറഞ്ഞത് നമ്മുടെ ടോയ്ലറ്റ് ട്രെയിനിങ് ആൻഡ് ആ ഒരു സാധനമായിരുന്നു പറഞ്ഞത്. എന്താണ് എലിമിനേഷൻ, കൺട്രോൾ ഓവർ എലിമിനേഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു സമയത്താണ് ഡ്രസ്സിങ് ഫീഡിങ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അത് കൃത്യമായിട്ട് നടന്നാൽ എന്ത് ചെയ്യും ആ കുട്ടിക്ക് ഒരു വില്ല് പോസിറ്റീവ് ഔട്ട്കൈറ്റ് ഉണ്ടാകും, നെഗറ്റീവ് ഔട്ട്കൈറ്റ് എന്ത് ചെയ്യും ഷെയിം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 3 to 6 ഇയർ ആണ്. ഈ ഒരു സമയത്താണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ഉണ്ടാവുന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടാവുന്നത്, അഥവാ കുട്ടി എന്താണ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയ കാര്യങ്ങളൊക്കെ കുട്ടിക്ക്, അങ്ങനെ കുട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് സീറോ ആയിരിക്കുമല്ലോ. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇനീഷ്യേറ്റീവ് ചെയ്യാൻ തുടങ്ങുക, അഥവാ സ്കില്ലും കാര്യങ്ങളും. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടി പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വന്തം കഴിവിനൊക്കെ എന്താണ്
നമുക്കറിയാം ഈ ഒരു 3 to 6 ഇയറിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ സാധനമാണ് ഒരു ടാസ്ക് അവരെ എന്താണ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു പർപ്പസ് ഫീൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരെന്നെ എന്ത് ചെയ്യണേ കുറച്ചും കൂടെ അവരൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒന്നുമല്ല കേട്ടോ, വളരെ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യൽ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ടാബലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. ചിൽഡ്രൻസ് ബെഗിൻ ടു അസേർട്ട് കൺട്രോൾ, മേക്ക് ഡിസിഷൻ ആൻഡ് ഇനിഷ്യേറ്റ് പ്ലേ ഓർ ടാസ്ക്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സാധനമാണ് 4th 6 to 12 ഇയർ ആണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ളതാണ്. അഥവാ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങണം, ഒരു 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയൊക്കെ, ഐ മീൻ 6 വയസ്സ് മുതൽ 12ാം ക്ലാസ്, അഥവാ ഒരു എന്താണ് ഒരു സെക്കൻഡ് ഇയർ മുതൽ ഒരു 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 7th സ്റ്റാൻഡേർഡ് വരെയൊക്കെ കുട്ടികൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവരുടെ കഴിവും അതുപോലെ തന്നെ കുറച്ചും കൂടെ സോഷ്യലി എന്ത് ചെയ്യും, അവർ ഒന്ന് ഇറങ്ങി ചെല്ലുന്ന ഒരു സമയം കൂടെയാണ്. ഈ ഒരു സമയത്ത് അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഭയങ്കര ഇൻഫീരിയോറിറ്റി ആയിരിക്കും. മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ല ഇനി അവർക്ക് എന്താണ് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പറ്റൻസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും അവർക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു ഫെയിലിയർ ഫീൽ ചെയ്യും. അപ്പൊ ഈ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജി നമ്മൾ പഠിക്കുന്നത്, ഈ ഓരോ സ്റ്റേജിലും കുട്ടികൾ എന്തെല്ലാം ഉണ്ടാവണം എന്ന് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മളത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താണ്, ഒരു കുട്ടി ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഒരു കുട്ടിയല്ല, ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ക്ലയന്റ് കാണുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോദിക്കുക എന്താണ്, നമ്മൾ ചെറുപ്പത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. കാരണം ഇതുപോലെ എന്തെങ്കിലും എന്താണ് ഡിലേ ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതായിരിക്കാം ഒരു പക്ഷെ എന്താണ് അയാളുടെ ഫർദർ ആയിട്ട് അയാൾ എന്ത് ചെയ്യാം, ബാധിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, 6 to 12 ഇയറിൽ പറഞ്ഞു. ഇനി നെക്സ്റ്റ് 12 to 18 ഇയറിലാണ് മെയിൻലി ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. ഈ ഒരു സമയത്താണ് ഓരോരുത്തർ എന്താണ് ഹൂ ആം ഐ എന്നൊക്കെ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, അത് ഞാൻ ആരാണ്, ഞാൻ ആരാകണം, എന്താണെന്നൊക്കെയുള്ള ആ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. നമുക്കൊക്കെ എന്താണ് ആ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 12 to 18 ഇയർ ആണ്. ഈ ഒരു സമയത്ത് ഐഡന്റിറ്റിയും പിന്നെ റോൾ കൺഫ്യൂഷൻ ആണ്. ഈ ഒരു സമയത്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലാണ് ചില ആളുകൾ എന്താ പറയാ, ഒരു എന്താ പറയാ, ഈ ജെൻഡർ ഐഡന്റിറ്റി ഒന്നും കൃത്യമായിട്ട് ഒരു ജെൻഡർ ഓറിയന്റേഷൻ കിട്ടാതിരിക്കുന്ന ഒരു സമയം കൂടെ അങ്ങനെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡും കൂടെ 12 to 18 ഇയർ ആണ്. ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത് ഫിഡലിറ്റി ആണ്. ഇനി അങ്ങനെ എന്താണ് ഒരു റോൾ കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകും. ഞാൻ ഏത് ഐഡന്റിറ്റി ആണെന്നുള്ള ആ ഒരു ക്രൈസിസ് ഉണ്ടാകും. അഥവാ അതിലൊരു എക്സ്പ്ലനേഷൻ നോക്കാം. ടീൻസ് എക്സ്പ്ലോർ ഐഡന്റിറ്റി, ബിലീഫ്, കരിയർ, ഇൻട്രസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ എന്താണ് എന്നൊക്കെ കുട്ടികൾ എന്താണ് കുറച്ചുകൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റിയലൈസ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് 12 to 18. ആൻഡ് നെക്സ്റ്റ് എന്താണ് 18 to 25 എന്ന് പറയുന്നത് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. നമുക്കറിയാം എന്താണ് ഒരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിലൊക്കെ ആളുകൾ പോകുന്ന, അല്ലെങ്കിൽ അപ്പോൾ എന്താണ് ഒന്നുകിൽ ഒരു ഇന്റിമസി ഫീൽ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഐസൊലേഷൻ ആയിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഒരാൾക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾക്ക് ലവ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്താണ് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒരാൾക്ക് കിട്ടിയില്ല, ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഒരിക്കലും എന്താണ് ഈ നമ്മൾ പറയുന്ന നമ്മുടെ ഒരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ലവ് എന്ന് മാത്രമല്ല കേട്ടോ, കുറച്ചും കൂടെ എന്താണ് ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടാവുക, അഥവാ ഒരു ഫാമിലിക്ക് ബിയോണ്ട് ദ ഫാമിലി എന്ത് ചെയ്യുക, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. പിന്നീട് എന്ത് ചെയ്യും, കമ്മിറ്റ്മെന്റിനുള്ള ഒരു ഫിയർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലോൺലിനെസ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ത് ചെയ്യും, ഒരു ഫീലിംഗ് എന്ത് ചെയ്യും ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു സമയത്താണ് എന്താണ് ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനും അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ ആളുകൾ എന്താണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. സോ നിങ്ങൾ ഓരോ എന്താണ് ഓരോ സ്റ്റേജസ് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇത് ഓരോന്ന് എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കാം. സോ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് 25 to 65 ആണ്. ഈ ഒരു സമയത്താണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയാം. ജനറേറ്റിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഏജിലുള്ള ആളുകൾക്ക്, ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തായിരിക്കും, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അഥവാ ജനറേറ്റിവിറ്റി എന്നുള്ള ഒരു വേർഡിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാൾ എന്തായിരിക്കും, ജനറേറ്റിവിറ്റി ആണ് ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര കെയർ ആയിരിക്കും, ഒരു പോസിറ്റീവ് ഔട്ട്കം. സോഷ്യലി അയാൾ എന്ത് ചെയ്യും, ഇപ്പോൾ എന്താണ് ഫാമിലി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനത്തോട് ഒരു കെയർ ഉണ്ടാകും. ഇനി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സെൽഫ് അബ്സോർപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, അയാൾക്ക് ഫീൽ ചെയ്യുക. അഥവാ അഡൾട്ട് എക്സ്പ്ലനേഷൻ നോക്കാം. അഡൾട്ട് ഫോക്കസ് ഓൺ ഗൈഡിങ് ദ നെക്സ്റ്റ് ജനറേഷൻ, പാരന്റിങ്, പ്രൊഡക്ടിവിറ്റി. അഥവാ എന്ത് ചെയ്യും, ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ത് ചെയ്യുക, ഗൈഡ്
ചെയ്യുക എന്നുള്ള ആ ഒരു സാധനമായിരിക്കും ആളുകൾക്ക് ഫീൽ ചെയ്യുക, അഥവാ ആളുകൾക്ക് സോഷ്യലി ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ഓരോ സ്റ്റേജിലും സോഷ്യലി ആളുകൾക്ക് എങ്ങനെ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നു, അഥവാ കോഗ്നിറ്റീവ് ആയിട്ട് സോഷ്യൽ സിറ്റുവേഷനോട് എന്തൊക്കെയാണ് കോഗ്നിറ്റീവ് ആയിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാണ്, പോസിറ്റീവ് ഔട്ട്കം കെയർ ആണ്. കെയർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നെഗറ്റീവ് ഔട്ട്കം നിങ്ങൾ എന്താണ് പഠിച്ചില്ലെങ്കിലും കെയർ എന്നുള്ളത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കാം. ഇതൊക്കെ സിമ്പിൾ ആട്ടോ. നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഏജ് പീരീഡ് മാത്രം പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യും, മനസ്സിലാകും 25 to 65 വരെ എന്തായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 80 to 25 വരെ നമുക്കറിയാം ഇന്റിമസി, ആ ഒരു ഐസൊലേഷന്റെ ആ ഒരു പീരീഡ് ആണ്. നമ്മൾ എന്താണ് റിലേറ്റ് ചെയ്തിട്ട് മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ലാസ്റ്റ് എന്താണ്, ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ എന്നറിയാം. അഥവാ 65+ ഇയർ ആണ്, ഒരു 65 വയസ്സിന്റെ മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന പോസിറ്റീവ് ഔട്ട്കം. ഒരാൾ എന്താണ്, നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോ ഈ ലൈഫിൽ സക്സസ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അഥവാ നമ്മൾ ഇതുവരെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ തന്നെ എന്താണ് സ്വയം നമ്മൾ എന്താണ് അതിനെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യുന്ന ഒരു പീരീഡ് കൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു 65+ ഇയർ എന്ന് പറയുന്നത്. അതുവരെ എന്താണ് ലൈഫിൽ എന്താണ് പ്രത്യേകിച്ച് സോഷ്യലി ഒരു കോൺട്രിബ്യൂഷൻ നടത്താത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള റിഗ്രറ്റ് അയാളെ ലൈഫിൽ ഉണ്ടാകും. അല്ല അയാൾ എന്താണ് കുറച്ചും കൂടെ എന്താണ് സോഷ്യലി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഒരു വിസ്ഡം ഫീൽ ചെയ്യുക. നമ്മൾ പറയുന്ന ആ ഒരു എന്താ പറയുക, വിസ്ഡം എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഫീൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു 65+ ഇയറിലാണ്. നമ്മളിതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കുറച്ചും കൂടി ഒരു ഡീപ്പ് ആയിട്ടുള്ള സാധനം നമ്മൾ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് നിങ്ങൾ നോക്കുക, ഓൾഡർ അഡൾട്ട് റിഫ്ലക്ട്സ് ഓൺ ലൈഫ്, അഥവാ എയ്തർ വിത്ത് ഫുൾഫിൽമെന്റ് ഓർ റിഗ്രറ്റ്, അഥവാ നമ്മൾ ഇതുവരെ ജീവിച്ചതിനെ കുറിച്ചുള്ള നമ്മുടെ തന്നെ ഒരു എക്സാമിനേഷൻ നടക്കുന്ന പീരീഡ് ആയിരിക്കും 65+ ഒക്കെ. കാരണം എന്താണ്, നമ്മളെന്താണ് ഫിനാൻഷ്യൽ, നമ്മളെന്താണ് ഫിസിക്കലി ഒക്കെ നമ്മൾ എന്താണ് അപ്സെറ്റ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. സോ നമ്മൾ മെന്റലി ആയിരിക്കും കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ശ്രമിക്കുക. സോ ഇതാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. സൈക്കോളജിയിൽ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫ്രൂയിഡിന്റെ സൈക്കോ ഡൈനാമിക് തിയറി, അതിലെ സൈക്കോ സെക്ഷൽ നമ്മൾ പറഞ്ഞു, സൈക്കോ സെക്ഷൽ സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ നെക്സ്റ്റ് സാധനമായിട്ടുള്ള നമ്മുടെ സ്ട്രക്ചർ ഓഫ് മൈൻഡ്, അതുപോലെ തന്നെ ലെവൽ ഓഫ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ലെവൽ ഓഫ് മൈൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്താണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ വൈഡ് ആയിട്ട് ഒരു ഓർഡർലെസ് ആയിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം, പറയുന്ന സമയത്തിന് നിങ്ങൾ നോട്ട് എടുത്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് റീഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്ന ഹാർവി ക്വസ്റ്റിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക് തിയറി അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ് അഥവാ 0 to 6 ഇയറിൽ എന്ത് ചെയ്യും, കുട്ടികൾ എന്തൊക്കെ ടാസ്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതാണ് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ലേണിംഗ് ടു വോക്ക്, ടോക്ക്, അതുപോലെ തന്നെ ഈറ്റ് സോളിഡ് ഫുഡ്, കൺട്രോളിങ് എലിമിനേഷൻ ഒക്കെ സ്വാഭാവികമായിട്ട് കുട്ടികൾ ആ ഒരു ടാസ്ക് ആയിരിക്കും പഠിക്കുക. അതുപോലെ തന്നെ മിഡിൽ ചൈൽഡ്ഹുഡ് 6 to 12 ഇയറിൽ എന്താണ് ഫിസിക്കൽ സ്കില്ല് ഡെവലപ്പിംഗ്, അക്കാഡമിക് സ്കിൽസ് ഒക്കെ എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അഡോളസൻസ് 30 to 18 ഇയറിൽ എന്താണ് അച്ചീവിങ് ജെൻഡർ റോള്. പിന്നെ അതുപോലെ തന്നെ ഒരു ജെൻഡർ റോളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ജെൻഡർ ഐഡന്റിറ്റിയും ഒരു ആ ഒരു ഓറിയന്റേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്ന ടൈമാണ് അഡോളസൻസ്. പിന്നെ അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് ഫോർ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് ഏർലി അഡൾട്ട്ഹുഡ് ആണ്, 90 to 13 ഇയർ ആണ്. ഈ ഒരു സമയത്താണ് എന്താണ് സെലക്ടിങ് എ ലൈഫ് പാർട്ട്ണർ, സ്റ്റാർട്ടിങ് എ ജോബ് ഓർ ഓക്യുപ്പേഷൻ ഒക്കെ. ആ ഒരു നിങ്ങൾക്ക് എന്താ നമ്മുടെ ഒരു ലൈഫ് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഏജ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പിന്നെ ഈ എന്താണ് ഈ എറിക്സൺറെതൊക്കെ നിർബന്ധമായിട്ട് ചോദിക്കും, 100% ഈ ഒരു ബ്ലോക്ക് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നെന്താണ് ഫ്രൂയിഡ് അല്ലെങ്കിൽ എന്തായിരിക്കും എറിക്സൺ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇതിനെ ബോക്സ് ആക്കിയിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത്രയും സിമ്പിൾ ആണ്. അതിനുശേഷം ഓരോ സ്റ്റേജും നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്ത് എഴുതുക. സോ ലാസ്റ്റ് മിഡിൽ ഏജ് ആണ്, 30 to 60 ആണ്. ഈ ഒരു സമയത്ത് അസിസ്റ്റിംഗ് ടീനേജ് ചിൽഡ്രൻ അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു എറിക്സണിൽ നമ്മൾ പറഞ്ഞു ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ കെയർ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അഥവാ എന്താണ് ബാക്കിയുള്ളവരെ എന്താ ചെയ്യുക, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സമയമാണ്. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുക ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു ടൈമാണ്. ആൻഡ് ലേറ്റർ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് പീരീഡ് ആണ്, അഥവാ 60+ ഇയേഴ്സ് ആണ്, 60-ന് ശേഷമാണ്. ആ സമയത്ത് എന്താണ് ഒരു എന്താണ് ഒരു സോഷ്യൽ റിട്ടയർമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടാസ്ക് റിട്ടയർമെന്റിലേക്ക് എന്താണ് ഇനി എന്താണ് ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു റിട്ടയർമെന്റിലേക്കുള്ള ഒരു പീരീഡിനാണ് നമ്മൾ എന്ത് ചെയ്തത് ലേറ്റ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അഥവാ ലേറ്റ് മെച്യൂരിറ്റി ആ ഒരു പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടാസ്ക് ഉണ്ടാവുന്നത്.
പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് ഓഫ് ഓൺ ലൈഫ് മീനിങ് ഫുള്ളി. ഓക്കെ, ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ എന്ത് ചെയ്തു, ഫ്രൂയിഡിൽ നമ്മൾ നമ്മുടെ എറിക്സണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഒരു പീരീഡ് ആണ് എന്ത്, നമ്മുടെ ഒരു മീനിങ് ഫുൾ ലൈഫ് എന്നിവ എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അർത്ഥത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മീനിങ് എന്ന് പറയുന്ന ഒരു സാധനം സക്സസിന് എന്താണ്, നമ്മളെന്താണ് ഈ സക്സസ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു മെറ്റീരിയൽ സാധനമല്ല. അത് 100% എന്താണ് ഒരു സൈക്കോളജിക്കൽ സാധനമാണ്. കുറെ വെൽത്ത് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഒരാൾ സക്സസ് ആവണമെന്നില്ല. അയാൾക്ക് എന്താണ് മെന്റലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊക്കെ എന്താണ് ഒരു ഫിലോസഫിക്കൽ സാധനങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ലേറ്റ് പീരീഡിലാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്, വൈഗോട്സ്കിയുടെയും ജീൻ പിയാഷെയുടെയും രണ്ട് തിയറീസ് ആണ്. ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, അതുപോലെ തന്നെ വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.